തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജില്ലാ ജനറൽ ആശുപത്രിയിൽ ഡോക്ടറെ കാണാനെത്തിയ രോഗി കുഴഞ്ഞു വീണു മരിച്ചു. നെയ്യാറ്റിൻകര കരക്കൂട്ടപ്പന സ്വദേശി രാജേഷ് കുമാറാണ് മരിച്ചത്. പിന്നാലെ കഠിനമായ നെഞ്ചുവേദന ഉണ്ടെന്ന് അറിയിച്ചിട്ടും ക്യൂവിൽ നിർത്തി എന്ന പരാതി ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഈ സെക്യൂരിറ്റി രണ്ട് സെക്യൂരിറ്റിമാരുണ്ട്. അവർ ക്യൂവിൽ കയറാൻ പറ്റിയില്ല. ക്യൂവിൽ ഒന്നേ കയറാൻ പറ്റുള്ളൂ. ഡോക്ടറെ കാണാൻ പറ്റില്ല. എത്രയും പേഷ്യൻ്റ് ഇടയ്ക്ക് കയറാൻ പറ്റില്ല. ആ സമയത്ത് ഇയാൾ വീണ്ടും പറയാണ്, എനിക്ക് നെഞ്ചുവേദന കൂടി വരെയാണ്, ഡോക്ടറെ കണ്ടേ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു അങ്ങോട്ട് കസേര മാറിയിരിക്കാൻ പറഞ്ഞു. അയാൾ കസേര ചെന്നിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ അവിടെ കുഴഞ്ഞു വീഴുന്ന് മരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നെയ്യാറ്റിൻകര ഈ ആശുപത്രിയിൽ സ്ഥിരം നടക്കുന്ന ഒരു പ്രവണതയാണ്. ആരെങ്കിലും അത്യാവശ്യമായിട്ട് അടിയന്തര ചികിത്സ തേടി വന്നാൽ ഈ നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ അത്തരം കാര്യങ്ങളിൽ ഒരു ഇടപെടലും നടത്താറില്ല. സനീറ്റ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സനീറ്റ, ഈ നെഞ്ചുവേദന ആണ് എന്ന് പറയുന്നത് ക്യൂവിൽ ഏറ്റവും മുന്നിലെത്താനുള്ള ഒരു കാര്യമായിട്ടായിരിക്കും ഡോക്ടർ കേട്ടത്. എന്താണ് നമുക്ക് മനസ്സിലാകുന്ന വിശദാംശങ്ങൾ? ഇത്തരത്തിൽ നെയ്യാറ്റിൻകര സ്വദേശി രാജേഷ് കുമാറാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആശുപത്രിയിൽ എത്തിയിട്ടും നെഞ്ചുവേദന ഉണ്ടെന്ന് പറഞ്ഞിട്ടും ക്യൂവിൽ നിർത്തി തുടർന്ന് കുഴിഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും വൈകുന്നേരം 7 മണിയോട് കൂടിയായിരുന്നു ഇത്തരത്തിൽ രാജേഷ് കുമാർ നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. സഹിക്കാൻ പറ്റാത്ത നെഞ്ചുവേദന എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടും ഇത്തരത്തിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ ഭാഗത്തു നിന്നും ക്യൂവിൽ നിൽക്കാനാണ് ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. തുടർന്ന് കഠിനമായ നെഞ്ചുവേദനയെ തുടർന്ന് അദ്ദേഹം അടുത്തുള്ള കസാരയിലേക്ക് ഇരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പെട്ടെന്ന് തന്നെയാണ് കുഴഞ്ഞു വീണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും നിലവിൽ വലിയ പ്രതിഷേധങ്ങൾക്കാണ് ആശുപത്രി പരിസരം ഇത്തരത്തിൽ സാക്ഷ്യം വഹിക്കുന്നത് എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ള നാട്ടുകാർ വലിയ തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട് ആശുപത്രി അധികൃതർക്കെതിരെ. എന്തായാലും നിലവിൽ ആശുപത്രി അധികൃതരെതിരെ വലിയ ആരോപണം ഉന്നയിക്കുന്നത് കൊണ്ട് തന്നെ പ്രതിഷേധ സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ നെഞ്ചുവേദനയെ തുടർന്ന് എത്തിയ അല്ലെങ്കിൽ കഠിനമായ നെഞ്ചുവേദന ഉണ്ടെന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തെ ക്യൂവിൽ നിർത്താൻ എന്ത് കാരണമാണ് ഈ ആശുപത്രി അധികൃതർ ഇത്തരത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എന്നൊന്നും വ്യക്തമല്ല. എന്തായാലും ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നും പ്രതികരണമൊന്നും വന്നിട്ടില്ല. എന്തായാലും നിലവിൽ വലിയ ദൗർഭാഗ്യകരമായ വാർത്തയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ നിന്ന് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്.